ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ റീഡിങ്ങിലൂടെ നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ ഈ വ്യക്തിക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് തിരിച്ചറിയാനാകും. ഈ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മുഴുവനുമായിട്ട് ഈ റീഡിംഗ് കണ്ടുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ആത്മാർത്ഥത എത്രമാത്രം ഉണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കാർഡ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കാർഡ് നമുക്ക് നോക്കാം. ഈ പേഴ്സൺ ഏതൊരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്ന് നോക്കാം. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതത്തിനോട് ഈ വ്യക്തിക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, അല്ലെങ്കിൽ ഏതൊരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വാവ്, നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ലോയൽ ഹാർട്ടാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷിക്കപ്പെടുകയും ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുമൊക്കെ കരകയറിക്കൊണ്ട് പോസിറ്റീവായിട്ട് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ് എന്ന് പറയാനാണ് ഈ പേഴ്സൺ ഇഷ്ടം. അങ്ങനെയാണ് ഈ പേഴ്സൺ കണക്കാക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ വളരെ സമാധാനപൂർണമായിട്ടുള്ള സത്യസന്ധതയുള്ള ഒരു ഹൃദയത്തോടെയാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത്. ഓക്കെ, അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സൺ നിങ്ങളെ പറ്റിക്കുവാനോ അല്ലെങ്കിൽ വേറൊരു വേറെ രീതിയിലുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. സത്യസന്ധമായിട്ട് നിൽക്കാനും നിങ്ങൾ ഈ പേഴ്സണെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സഹായത്തെ പറ്റിയിട്ട് ഈ വ്യക്തി ഓർക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ പേഴ്സണെ എത്രമാത്രമാണോ സഹായിച്ചിട്ടുള്ളത് ആ സഹായത്തെ കുറിച്ചിട്ട് ഈ വ്യക്തി നന്നായിട്ട് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സെക്കൻഡ് കാർഡിലേക്ക് പോകാം. യെസ്, ഇൻഡിപെൻഡൻസ് ആണ്. അതായത് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ സ്വാതന്ത്ര്യം വേണ്ടതായിട്ടുണ്ട്. സ്വാതന്ത്ര്യം വേണ്ടത് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം വേണ്ട ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം വേണം എന്നുള്ളതിനെ കുറിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പാരൻസിൻ്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒരു പിടിവള്ളിയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂടാരത്തിൽ നിന്നും കൈകളിൽ നിന്നും സ്വാതന്ത്ര്യം നേടണം എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ വേണ്ടാത്ത കൂട്ടുകാർ, അല്ലെങ്കിൽ വേണ്ടാത്ത ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, വേണ്ടാത്ത സാഹചര്യങ്ങളായിരിക്കാം, വ്യക്തികളിൽ നിന്നായിരിക്കാം ഈ വ്യക്തിക്കൊരു സ്വാതന്ത്ര്യം കിട്ടണം. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് തടസ്സങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. പലപ്പോഴും എവിടേക്കോ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യം വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം ഈ പേഴ്സൺ കൊണ്ടുവരണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു രീതിയും കൂടിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പലപ്പോഴും ഈ പേഴ്സൺ സേഫ് സോണിലാണ് നിന്നിരുന്നത്. സേഫ് സോണിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാതെ എന്തിനെക്കുറിച്ചും നന്നായിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി.
അല്ലെങ്കിൽ എന്താ പറയുക, അവസരങ്ങൾ ഉണ്ടായിട്ടും അവസരങ്ങൾ ഉപയോഗിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി, ഈ പേഴ്സൺ ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും എന്താ പറയാ, എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കാൻ ഈ വ്യക്തി തയ്യാറാണ്. ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതായത് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താ പറയാ, ഈ പേഴ്സൺ ആദ്യം സേഫ് ആയിട്ടുള്ള ഒരു സോണിലാണ് നിന്നിരുന്നത്. അപ്പോൾ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സോണിലാണ് നിന്നിരുന്നത്. റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നും ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി, നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എത്രമാത്രം റിസ്ക് എടുക്കാൻ പറ്റുമോ, എന്തൊക്കെ റിസ്ക് എടുക്കാൻ പറ്റുമോ അതെല്ലാം തന്നെ റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അബണ്ടൻസ് ആണ്. അതായത് അബണ്ടൻസ് എന്ന് പറയുമ്പോൾ നിറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം, അതായത് ഈ പ്രണയബന്ധത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? ഈ പേഴ്സണെ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പ്രണയബന്ധത്തിൽ കൊണ്ടുവരണമെന്ന്. അപ്പോൾ ആ ഒരുപാട് കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം, സ്നേഹത്തോടെ നിൽക്കണം, ഒരുമിച്ച് വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയൊക്കെ ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കണം. കാരണം ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും നടപ്പിലാക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഹോം എന്ന് പറയുന്ന എനർജി വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പേഴ്സൺ എപ്പോഴും ഒരു കംഫേർട്ട് സോണിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ കംഫേർട്ട് സോണിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസക്കുറവുണ്ടെങ്കിൽ, അത് പരസ്പരം സംസാരിച്ചുകൊണ്ട് പരിഹരിക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചിരുന്നില്ല. എങ്ങനെയാണോ വരുന്നത് പോലെ വരട്ടെ, എന്താണോ വിധി അതുപോലെ വരട്ടെ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വളരെ സേഫ് സോണിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. അതുപോലെ ഒരുപക്ഷെ അച്ഛനമ്മമാർ പറയുന്നത് കേട്ടായിരിക്കാം ഈ വ്യക്തി അനുസരിക്കുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കുറച്ച് നിയമങ്ങൾ ഉണ്ടാകാം, കുടുംബത്തിൽ, ഈ വ്യക്തിയുടെ കുടുംബത്തിൽ കുറച്ച് നിയമങ്ങൾ ഉണ്ടാകാം, വിശ്വാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതിനനുസരിച്ച് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം എനർജി വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വിജയകരമാക്കി പൂർത്തീകരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും എന്ത് റെസ്ട്രിക്ഷൻസ് ബ്രേക്ക് ചെയ്യാനും, അതായത് എന്ത് നിബന്ധനകൾ ബ്രേക്ക് ചെയ്യാനും ഈ വ്യക്തി തയ്യാറാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് അടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അടുപ്പത്തിലേക്ക് വരുന്ന കാര്യത്തിൽ അവിടെ തടസ്സപ്പെടുത്തുന്നത് എന്തൊക്കെയാണോ, ആരൊക്കെയാണോ തടസ്സപ്പെടുത്തുന്നത്, അവരെ മാറ്റി നിർത്താനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് കാർഡ് മെജീഷ്യൻ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ പേഴ്സൺ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു. ഈ പേഴ്സണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു കാര്യം എന്ന് പറയുന്നത്, നന്നായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, നന്നായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്താൽ, അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അത്രമേൽ ആഗ്രഹിക്കുമ്പോഴാണ് അതൊരു മാനിഫെസ്റ്റേഷൻ ആയി മാറുന്നത്. അത് ഏത് രീതിയിലും ഒരു വ്യക്തിക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം.
അപ്പോൾ ഈ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ഈ വ്യക്തി തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് ഈ വ്യക്തി കഷ്ടപ്പെടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം ആദ്യമൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കാം ഈ പേഴ്സൺ നിന്നിരുന്നത്. അങ്ങനെയാണ് നിന്നിരുന്നത്. ശരിയാകുമ്പോൾ ശരിയാകട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റി. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പേഴ്സൺ അത്രയും ഇതായിട്ട്, അതായത് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് സ്വന്തം കാര്യം സ്വന്തമായി തന്നെ കഷ്ടപ്പെട്ടുകൊണ്ട് നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ എനർജിയാണ്, സെൽഫ് ലവ് ആണ്, പവർ ഓഫ് സെൽഫ് ലവ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നന്നായിട്ട് സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. നന്നായിട്ട് സെൽഫ് ലവ് ചെയ്യുക, നന്നായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഈ വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ സെൽഫ് ലവ് ഈ വ്യക്തി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ സെൽഫ് ലവ് ഈ വ്യക്തി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെൽഫ് ലവിലൂടെ ഈ പേഴ്സൺ സ്വന്തമായിട്ട് സ്നേഹിക്കാനും സ്നേഹത്തിന് വില കൊടുക്കാനും നിങ്ങളുമായിട്ട് കുറച്ചും കൂടി കൂടുതൽ ചേർന്നുകൊണ്ട് വരാനുമൊക്കെ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ ഒരു തരം പേടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു തരം ടെൻഷൻ ആയിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരു വാശിയാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നേടിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ വിജയം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു വാശിയേറിയ ഒരു പോരാട്ടത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ബൈ.